അമ്മയിൽ നിന്ന് എന്താ കഴിക്കാനെന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പണ്ട് ഞാനും അനിയനും ഒക്കെ സ്കൂൾ വിട്ട് വന്നുകൊണ്ടിരുന്നത്. ഉപ്പുമാവ്, അട, പിന്നെ രാവിലെ ദോശ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം പണിയാരം, രാവിലെ അപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം കലത്തപ്പം, അങ്ങനെ ഉള്ളതൊക്കെ എങ്ങനെ കളയാതെ ഉണ്ടാക്കി കഴിപ്പിക്കാമെന്നായിരുന്നു അമ്മയുടെ ഒരു കുക്കിംഗ് സ്റ്റൈൽ. ഇത്തവണ കുറേ മത്തങ്ങ ഉണ്ടായപ്പോൾ ഉപ്പേരിയോ തോരനോ ഒന്നും അല്ലാണ്ട് വെറൈറ്റി ഡിഷ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഉടച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ. ഇങ്ങനെ ഇത്രയും ചെയ്യുമ്പം മത്തങ്ങയുടെ പ്യൂറി പോലത്തെ ഒരു സംഭവമായിട്ട് കിട്ടും. അതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ചത്. അമ്മ ഇത് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിരിക്കണോണ്ട് അങ്ങനെ കട്ടിയായിട്ടിരുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ശരിക്കും ഈ പരുവത്തിൽ കണ്ട പായസം പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹൽവയാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഇത് നന്നായി കുറുകി തിളച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അരിപ്പൊടി ഇട്ട് കൊടുക്കും. ഇപ്പോഴേക്കും കുറുകിയിട്ട് ആ ഒരു പായസം സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം നമ്മളിങ്ങനെ ഇളക്കി 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 കട്ടിയായി തുടങ്ങും. ഇത്രയാകുമ്പോഴേക്കും സൈഡിൽ ഒരു പാത്രം വെച്ച് അണ്ടിപ്പരിപ്പും കിസ്മസും ഒക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആദ്യം ഏലക്ക പൊടിച്ചതും പിന്നെ ചുക്കുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മളത് വാങ്ങി പിന്നെ ഒരു പാത്രം ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റി ഒരു 2 മണിക്കൂറോളം വെച്ചാൽ മത്തങ്ങ ഹൽവ റെഡിയായേ.